ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു മിൻ പി എസ് സി ദ റൈറ്റ് ഗൈഡൻസ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളതാണ്. നമ്മുടെ കേരള പി എസ് സിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഇതിന്റെ +2 ആണ് ക്വാളിഫിക്കേഷൻ, പ്ലസ് ഇതിനോടൊപ്പം കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ മറ്റുള്ള എക്സാമുകളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കുറച്ചൊന്ന് കുറവാണ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ എങ്ങനെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ മിന്റ് പി എസ് സി ഇതിന്റെ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകത സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ഒന്നും തന്നെ ഇല്ല. ലൈവ് പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ്, മെന്റർ സപ്പോർട്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്, പിന്നെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുന്ന ഫോമാറ്റിലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന മിൻ പി എസ് സിയുടെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇതിന്റെ ഒരു സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റാങ്ക് മേക്കിംഗ് എല്ലാവർക്കും എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതായത് ഇതിൽ 100 മാർക്കിലെ 50 മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. ഒന്ന് ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ട്, ഡ്രൈവിംഗ് ലൈസൻസുകളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ 2 തരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ഇതിനകത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഒന്നും 20 മാർക്കും ഒന്നും 30 മാർക്കുമാണ്. അപ്പൊ ഈ 50 മാർക്കുകൾ തന്നെയാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരു 50 മാർക്കിലെ 10 മാർക്ക് കറണ്ട് അഫേഴ്സ്, 10 മാർക്ക് മാത്സും ആണ് വരുന്നത്. പിന്നെ 30 മാർക്കിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി അതൊക്കെ കുറച്ച് മല പോലെ വൈഡായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്തു വെച്ചത്. ഇത് നമുക്ക് ലാസ്റ്റ് സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2025 മാറിയ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എക്സാം നടന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് ഒന്ന് പഠിക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് ഇത് അത്ര സുഖകരമായൊരു പഠിക്കാൻ അത്ര രസമുള്ളതല്ല. കാരണം കൂടുതലും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്, ലോസ് ആണ്. പിന്നെ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യങ്ങൾ അത് പിന്നെയും വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ പോകും. പാർട്ട് 1 എന്ന് പറയുന്നത് 4 മൊഡ്യൂളുകളുണ്ട്, 5 മൊഡ്യൂളുകളുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് പഠിക്കാനായിട്ട് പാർട്ട് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഓരോന്നിനും. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ഓരോ ടോപ്പിക്കിൽ നിന്നും, ഇപ്പൊ കേരള പോലീസ് ആക്ട് 2011 3 മാർക്ക്, അപ്പം നാർക്കോട്ടിക് ആൻഡ് ഡ്രഗ്സ് അത് 2 മാർക്സ്. അപ്പോൾ കറക്റ്റായിട്ട് ഇവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഓരോ ടോപ്പിക്കിന് ഇന്ന മാർക്കുകളാണുള്ളത്. അപ്പം നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ള ഭാഗം ഏതാണോ അത് നിങ്ങൾ കുറേശ്ശെയായിട്ട് പഠിച്ചു മാറ്റുക. ഇനി ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത്ര ടൈം എനിക്ക് പഠിക്കും അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ എത്ര മണിക്കൂർ കിട്ടിയാലും അതിലൊരു 1 അവർ സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് മാറ്റി വയ്ക്കുക. ദെൻ ഒരു 30 മിനിറ്റ് നമ്മുടെ മാത്സ്, ഒരു 30 മിനിറ്റ് കറണ്ട് അഫേഴ്സ്. ഇതൊരു 2 hours ഡെയിലി നിങ്ങൾ മുടക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ഒരു 30 മാർക്ക് നമുക്ക് ജനറൽ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കുറച്ച്, അതായത് ഈ ഒരു ലെവലിൽ +2 ലെവലിൽ പി എസ് നടത്തിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഒക്കെ മനസ്സിലാവും. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളത് വലിയ ഡീപ്പായിട്ടൊന്നും അതിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുകളൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, കുറച്ച് ടഫാണ്. അതായത് നമ്മൾ ഒന്ന് കേൾവി ഒന്നും ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ ഫ്രീ ആയിട്ട് ക്ലാസ്സും അവിടെ ഇവിടെ കേട്ട് നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ സിലബസ് കുറച്ചൊന്ന് പുതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ന്യൂ തന്നെയാണ്.
വ്യക്തമായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പ് ഈസി ആക്കാം. അപ്പം നമ്മുടെ മിൻറ്റ് PSC ഇതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ ലൈവ് ക്ലാസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ റെക്കോർഡഡ് ആയിട്ട് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. സ്റ്റഡി മെറ്റീരിയൽസ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്, മെൻറ്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. പ്രിന്റ് എടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉള്ളത്. അപ്പോൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള മിൻ PSC നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം ഡെയിലി ഒരു 2 മണിക്കൂർ നിങ്ങൾ നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ, കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.